ഒരു സമ്മേളനമായിരുന്നു മാനവികതയെ ഉണർത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തൊട്ടാകെ കേരള യാത്ര നടത്തുന്നു. ഈ കേരള യാത്ര നടത്തിയത് കൊണ്ട് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന് വ്യക്തിപരമായി ഒരുപാട് ഗുണങ്ങളോ അതല്ലെങ്കിൽ വ്യക്തിപരമായി എന്തെങ്കിലും നേട്ടത്തിനോ വേണ്ടിയോ അല്ല, മറിച്ച് ഇവിടെയുള്ള എല്ലാ ആളുകൾക്കും, മൃഗങ്ങൾക്കും അതുപോലെ തന്നെ മനുഷ്യർക്കും ഗുണം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഉസ്താദ് പ്രതിപാദിക്കുകയും അതിനനുസരിച്ചുള്ള എല്ലാ ഗുണങ്ങളും ഉസ്താദ് ചെയ്യുകയും ചെയ്തു. നമുക്കറിയാം ദയാ ഹോസ്പിറ്റലിന്റെ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്ന അവരുടെ സ്ഥാപനത്തിന് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ കേരള യാത്രയോടനുബന്ധിച്ച് 2 ഡയാലിസിസ് യൂണിറ്റ് അവിടേക്ക് ഉസ്താദ് സമർപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ജില്ലയിലേക്ക് 2 ആംബുലൻസ് ഉസ്താദ് സമർപ്പിക്കുകയുണ്ടായി. അതുപോലെ 10ഓളം വരുന്ന പാവപ്പെട്ട പെൺകുട്ടികളുടെ നിക്കാഹ് അവിടെ വെച്ച് തൃശ്ശൂരിൽ വെച്ച് മാത്രം നടത്തുകയുണ്ടായി. ഇത് നമ്മുടെ ജില്ലയിൽ മാത്രം നടന്ന പ്രവർത്തനങ്ങളാണ്, കേരള യാത്രയിൽ മാത്രം. അതുപോലെ തന്നെ ഒരുപാട് ഉയർന്ന വലിയ വലിയ പ്രവർത്തനങ്ങൾ ഉസ്താദ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഉസ്താദിന്റെ കീഴിലായിക്കൊണ്ട് ഈ പ്രവർത്തകരും വളരെ വിനയത്തോടുകൂടെ നേതൃത്വം എന്താണോ പറയുന്നത് ഈ നേതൃത്വത്തെ അംഗീകരിക്കുന്നു എന്നതിന് ഏറ്റവും ചെറിയ ഒരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. നിങ്ങൾ മാനവികതയെ ഉണർത്തുന്നു എന്ന ആ ഒരു പ്രമേയം നിങ്ങൾ കേരള യാത്രയിൽ കണ്ടു. അതുപോലെ തന്നെ സെക്ടർ സമ്മേളനത്തിൽ കലുഷനിലങ്ങളിൽ ധാർമ്മിക പ്രതിരോധം എന്ന പ്രമേയം കണ്ടു. എന്നാൽ നിങ്ങൾ ഏത് കേരളത്തിന്റെ ഒരൊറ്റ മുതൽ ഒരൊറ്റ വരെ നിങ്ങൾ സഞ്ചരിക്കുക, ഈ പ്രസ്ഥാനത്തിന്റെ ഏതാണോ അജണ്ട, ഏത് സമയത്ത് ഏത് സെമിനാറാണോ നടക്കുന്നത് അതേ സമയത്തായിരിക്കും മറ്റുള്ള സ്ഥലങ്ങളിലും സെമിനാർ നടക്കുന്നത് എന്നത് നിങ്ങൾ ഇനി ഒന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇതുപോലെ തന്നെ പ്രസ്ഥാനത്തിന്റെ എഴുത്തിന്റെ രീതിയിൽ ശൈലിയിൽ തന്നെ ഒരുപാട് ഒരേ സ്വഭാവം കാണുന്നത് നിങ്ങൾക്ക് കഴിയും. ഇതിന്റെ പ്രധാനമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നേതൃത്വം എന്താണോ പറയുന്നത്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്താണോ പറയുന്നത്, ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അതിന്റെ എല്ലാവിധ മൂല്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന അതല്ലെങ്കിൽ നേതൃത്വം നൽകുന്ന ഒരു മഹത്തായ പ്രസ്ഥാനമാണ് ESSF എന്ന പ്രസ്ഥാനം. നമ്മുടെ ഈ നാട്ടിൽ ഒരു കാരണവരും ഒരു പാവപ്പെട്ട കുടുംബവും വിഷമിക്കുന്നത് വളരെ മോശമായ അതല്ലെങ്കിൽ വളരെ പാവം എന്ന് പറഞ്ഞുകൊണ്ട് നോക്കി നിൽക്കുന്നതിന് പകരം അവർക്ക് കൈത്താങ്ങായിക്കൊണ്ട് അവരെ കൈപിടിച്ചുയർത്താൻ അതല്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കാൻ ഒരു യുവ സമൂഹം ഇവിടെ കടന്നു വരേണ്ടതുണ്ട്. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് SSF എന്ന ഈ പ്രസ്ഥാനം ഇവിടേക്ക് കാലെടുത്ത് വയ്ക്കുന്നത്. അതിനുള്ള നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹകരണങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട നൗഫൽ അസീദി സാറുകളെ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പരിപാടിക്ക് ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നത് ബഹുമാനപ്പെട്ട അൻവരി സാറുകളെ ഈ പരിപാടിയിലേക്ക് ഉസ്താദിന്റെ സാന്നിധ്യത്തിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പരിപാടിക്ക് നമുക്ക് വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി എത്തുന്നത് ജില്ലാ സെക്രട്ടറി റഫീഖ് ലത്തീഫി സാറുകളെയും സാന്നിധ്യത്തിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പരിപാടിക്ക് വേണ്ടി പ്രയത്നിച്ച ഒരുപാട് നല്ല സുഹൃത്തുക്കൾ, ഇവിടെയുള്ള കാരണവന്മാർ, സ്റ്റേജിലും സദസ്സിലുമായിരിക്കുന്ന ഒരുപാട് പ്രവർത്തകർ, അള്ളാഹു എല്ലാവരുടെയും പ്രവർത്തനം സ്വീകരിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥതയോടുകൂടെ പ്രാർത്ഥിക്കുന്നു. ഈ പ്രസ്ഥാനവുമായി സഹകരിച്ച എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശബ്ദം ശ്രമിക്കുന്ന എല്ലാ മാന്യ സഹോദരങ്ങളെയും ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ പ്രഭാഷണത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട നൗഫൽ അസീദി ഉസ്താദുകളെ ആദരവോടെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.